ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ രണ്ട് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതുപോലെ കിങ്ഡം മൊനിയറയാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കിങ്ഡം ഫംജി. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫംഗി ഈസ് കോൾഡ് മൈക്കോളജി. അതായത് ഫംഗസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് മൈക്കോളജി. അതുപോലെ കിങ്ഡം ഫംജി കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെട്രോട്രോഫിക് ഓർഗാനിസം. കിങ്ഡം ഫംജിയിൽ ഉൾക്കൊള്ളുന്നത് പറഞ്ഞാൽ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതുപോലെ നമുക്ക് ഈ ഫംഗസിനെ നമുക്ക് മോയിസ്റ്റ് ബ്രെഡിലും റോട്ടൺ ആയിട്ടുള്ള ഫ്രൂട്ട്സിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈർപ്പമുള്ള ബ്രെഡ്, അതുപോലെ ചീഞ്ഞ പഴങ്ങളിലൊക്കെയാണ് നമുക്ക് ഫംഗസിനെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന കോമൺ മഷ്റൂം, ടോഡ് സ്റ്റൂള്, ഇതൊക്കെ ഫംഗസാണ്. അതുപോലെ നമ്മൾ ഈ വൈറ്റ് സ്പോട്ട്സ്, മസ്റ്റാർഡ് ലീവ്സിൽ കാണുന്ന വൈറ്റ് സ്പോട്ട് പറഞ്ഞാൽ ഒരു പാരസൈറ്റിക് ഫംഗസാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് മഷ്റൂം പറഞ്ഞാൽ കോമൺ മഷ്റൂം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഫംഗസ്. പക്ഷേ ഈ മസ്റ്റാർഡ് ലീവ്സിൽ കാണുന്ന വൈറ്റ് സ്പോട്ട് പറഞ്ഞാൽ പാരസൈറ്റിക് ഫംഗസാണ്. അതുപോലെ നമ്മൾ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഒരു ഫംഗസാണ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഫംഗസാണ്. അതിന് നമ്മൾ ബ്രെഡ്, ബിയർ ഇതൊക്കെ ഉണ്ടാക്കുന്നതിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മറ്റ് പ്ലാന്റ്സിലും എനിമൽസിലും ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ഫംഗസാണ് പക്സീനിയ. അത് കോസ് ചെയ്യുന്ന ഡിസീസ് പറഞ്ഞാൽ വീറ്റ് റസ്റ്റ് ആണ്. മറ്റ് പ്ലാന്റ്സിലും എനിമൽസിലും രണ്ടിലും ഡിസീസ് കോസിങ് ആണ് പക്സീനിയ കോസ് ചെയ്യുന്ന ഡിസീസ് വീറ്റ് റസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ചില ആൻറ്റിബയോട്ടിക്സിന് സോഴ്സ് ആയിട്ടുള്ള ഫംഗസും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് പെൻസിലിയം. പെൻസിലിയം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിന് സോഴ്സ് ആയിട്ടുള്ള ഒരു ഫംഗസാണ് പെൻസിലിയം. അതുപോലെ ഫംഗസ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാ സ്ഥലത്തും, അതായത് എയർ, സോയിൽ, വാട്ടർ, പ്ലാന്റ്സ്, എനിമൽസ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. അതായത് ഫംഗി ആർ കോസ്മോപൊളിറ്റൻ ആൻഡ് ഒക്കോർ ഇൻ എയർ, സോയിൽ, വാട്ടർ ആൻഡ് ഓൺ പ്ലാന്റ്സ് ആൻഡ് ഓൺ എനിമൽസ്. അതായത് ഫംഗസിനെ നമുക്ക് എല്ലാ സ്ഥലത്തും എയറിലും, സോയിലും, വാട്ടറിലും, പ്ലാന്റ്സിലും, എനിമൽസിലും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ അവർ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസിലാണ് വളരാനായിട്ട് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഈ വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണിസെല്ലുലാർ, ഫംഗി ആർ ഫിലമെൻറ്റസ്. അതായത് ഈസ്റ്റ് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ് നമ്മൾ പറഞ്ഞു. ഈ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഫംഗിയൊക്കെ ഫിലമെൻറ്റസ് ഫംഗീസ് ആണ്. അതായത് അവർക്ക് ഫിലമെൻറ്റ് പ്രസൻ്റ് ആണ്. അതുപോലെ അവരുടെ ബോഡിക്ക് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുക. ഈ ഹൈഫയുടെ നെറ്റ്വർക്കിനെ നമ്മൾ മൈസീലിയം എന്ന് പറയും. ഇതിൽ തന്നെ ചില ഹൈഫേ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ട്യൂബ്സ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം വെച്ചിട്ടുള്ള കണ്ടിന്യൂസ് ട്യൂബ്സ് ആണ് ചില ഹൈഫകൾ. അതിനെ നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്നും, മറ്റുള്ളവയ്ക്ക് അവരുടെ ഹൈഫയിൽ ഒരു സെപ്റ്റ് പ്രസൻ്റ് ആയിരിക്കും ക്രോസ് വാളിൽ. അതുപോലെ ഈ സെൽ വാൾ ഓഫ് ഫംഗസ് മേഡപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. ഫംഗസിൻ്റെ സെൽ വാൾ എന്ന് പറയുമ്പം കൈറ്റിൻ പോളിസാക്കറൈഡായിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒട്ടുമിക്ക ഫംഗയും ഹെട്രോട്രോഫിക് ആണ്. അത് അവർ പറഞ്ഞാൽ സൊല്യൂബിൾ ഓർഗാനിക് മാറ്റേഴ്സ് ഡെഡ് സബ്സ്റ്റൻസ് എന്നൊക്കെ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അവരെ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. അതുപോലെ ചിലത് പാരസൈറ്റ്സ് ആണ്. അവർ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് എനിമൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ അവർ സിംബയോൺസ് ആയിട്ടുണ്ടാകും. സിംബയോൺസ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്കന്, ആൽഗയും ഫംഗയും നമ്മൾ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അതുപോലെ മൈക്കോറൈസ, ഫംഗയും അത് ഒരു പ്രത്യേക പ്ലാന്റ് റൂട്ടും തമ്മിലുള്ള ഒരു ഇതിനാണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നത്, ആ ഒരു റിലേഷന്. അതുപോലെ നമ്മൾ ഫംഗയുടെ റീപ്രൊഡക്ഷൻ നോക്കുമ്പം അവർക്ക് 3 ആയിട്ടാണ് റീപ്രൊഡക്ഷൻ ഉള്ളത്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ. അതിൽ വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പം ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡിങ് വഴിയും. അസെക്ഷൽ എന്ന് പറയുമ്പം കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, സൂസ്പോസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഊസ്പോസ്, എസ്കോസ്പോസ്, ബിസിഡിയോസ്പോസ്. ഇതിൽ സെക്ഷലും അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷനും സ്പോസ് വഴിയാണ്. അതുപോലെ ഇവരുടെ സ്പോസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, അവരുടെ ബോഡിയിൽ തന്നെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലാണ് സ്പോസ് ഫോം ചെയ്യുന്നത്. അതിന് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നാണ് പറയുന്നത്. ഫംഗൽ ബോഡിയുടെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലാണ് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നു. അതുപോലെ ഈ കിങ്ഡം ഫംജിയുടെ നമ്മൾ സെക്ഷൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സെക്ഷൽ സൈക്കിൾ നോക്കുമ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഗമി, കാരിയോഗമി, മ്യൂസിസ്. ഈ 3 സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാസ്മോഗമി നോക്കാം. പ്ലാസ്മോഗമി എന്ന് പറയുമ്പം ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സ്. അതായത് പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ 2 മോട്ടൈൽ ആയിട്ടുള്ളതോ നോൺ മോട്ടൈൽ ആയിട്ടുള്ളതോ ഗാമീറ്റ്സിൻ്റെ ഇടയിൽ. ഇതിൽ പ്ലാസ്മോ എന്ന് പറയുമ്പോൾ പ്രോട്ടോപ്ലാസം എന്നും ഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ എന്നാണ് അർത്ഥം വരുന്നത്. അതായത് പ്ലാസ്മോഗമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരണം? പ്രോട്ടോപ്ലാസം എന്നും ഫ്യൂഷൻ എന്നും വരണം. അപ്പം ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സ്.
അതുപോലെ അടുത്ത രണ്ടാമത്തതാണ് കാരിയോഗമി. കാരിയോഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ അതാണ്, അതായത് 2 ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനാണ് കാരിയോഗമി എന്ന് പറയുന്നത്. ഇതിൽ കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയെന്നും ഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂഷൻ എന്നും. അപ്പം കാരിയോഗമി എന്ന് പറയുമ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ. ഇനി നമുക്ക് എന്താണ് ഹാപ്ലോയിഡും എന്താണ് ഡിപ്ലോയിഡും നോക്കാം. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പം ഒരു സെല്ല്, അതിന് എന്തുണ്ടാവും, ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. എ സെൽ വിച്ച് കണ്ടെയ്ൻസ് എ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോമിനാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ N വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2 കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം ഒരു സെല്ലിലുണ്ടാവും. അതിന് നമ്മൾ 2N എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലിൽ നമ്മൾ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം പ്രസൻറ്റ് ആയിരിക്കും. അത് നമ്മൾ N വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എന്നാൽ ഡിപ്ലോയിഡിൽ 2 കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം ഒരു സെല്ലിലുണ്ടായിരിക്കും. അത് നമ്മൾ 2N വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഫംഗസ് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 ഹാപ്ലോയിഡ് ഹൈഫൈ തമ്മിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്യുന്നു. എന്നാൽ ഇത് ചില ഫംഗസിൽ എന്ത് ചെയ്യും, ഈ 2 ഹാപ്ലോയിഡ് ഹൈഫൈകൾ ഫ്യൂസ് ചെയ്യുമ്പം അത് ഡിപ്ലോയിഡ് സെൽസ്, അതായത് 2 ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്യുമ്പം അത് പെട്ടെന്ന് തന്നെ ഡിപ്ലോയിഡ് സെൽസ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്നത്. അത് ചില ഫംഗസിൽ, അതായത് ആസ്കോമൈസൈഡ്സ്, ബെസിഡിയോമൈസൈഡ്സ് എന്നുള്ള ഈ ഫംഗസിലാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർവെനിങ് ഡൈക്കാരിയോട്ട് സ്റ്റേജ് ഉള്ളത്. അതായത് 2 ന്യൂക്ലിയൈ ഉണ്ടാവും ഒരു സെല്ലിൽ. അപ്പം ഈ കണ്ടീഷനെ നമ്മൾ ഡൈക്കാരിയോൺ ഫേസ് അഥവാ ഡൈക്കാരിയോൺ അല്ലെങ്കിൽ ഈ ഫേസ് നമ്മൾ ഡൈക്കാരിയോ ഫേസ് എന്ന് പറയും ഫംഗസിൻ്റെ. പിന്നീട് ഈ പാരൻ്റൽ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആവും. പിന്നീട് ഈ തേർഡ് സ്റ്റേജിൽ മ്യൂസിസിൽ, അതായത് ഫംഗി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ദ ഫംഗി ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ മ്യൂസിസ് ഡിവിഷൻ ഓഫ് കോഴ്സ്, അതായത് തേർഡ് ഇതായിട്ടുള്ള മ്യൂസിസ് നടക്കുമ്പം ഫംഗി ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നീട് ഹാപ്ലോയിഡ് സ്പോസിനെ ഫോർമേഷൻ ലീഡ് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഫംഗിയാണ്. നമ്മൾ ഫംഗി 4 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് പറഞ്ഞാൽ മോർഫോളജി ഓഫ് ദ മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡീസ്. ഈ 3 റീസൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കിങ്ഡം ഫംജിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത്. നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഒന്ന് ഫൈക്കോമൈസൈഡ്സ്, അസ്കോമൈസൈഡ്സ്, ബെസിഡിയോമൈസൈഡ്സ്, ഡ്യൂട്ടീരിയോമൈസൈഡ്സ്. അതായത് ഒന്ന് നമ്മൾ 4ആയിട്ടാണ് കിങ്ഡം ഫംജിയെ ഡിവൈഡ് ചെയ്തത്. അത് നമ്മൾ യൂസ് ചെയ്തത് 3 റീസൺസ് ആണ്. മോർഫോളജി ഓഫ് ദ മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡീസ് എന്നീ 3 റീസൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കിങ്ഡം ഫംജിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തത് പറഞ്ഞാൽ ഫൈക്കോമൈസൈഡ്സ് ആണ്, രണ്ടാമത്തത് എസ്കോമൈസൈഡ്സ് ആണ്, മൂന്നാമത്തത് ബെസിഡിയോമൈസൈഡ്സ് ആണ്, നാലാമത്തത് ഡ്യൂട്ടീരിയോമൈസൈഡ്സും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫൈക്കോമൈസൈഡ്സ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും അതുപോലെ ഡീക്കേയിങ് വുഡ്സിലുമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇവരെന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ് പ്ലാന്റ്സിൽ. അതായത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറയുമ്പം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതായത് ഫൈക്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും അതുപോലെ ഡീക്കേയിങ് വുഡ്സിലുമാണ് ഫൈക്കോമൈസൈറ്റ്സിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ കാണുന്നത്. അതുപോലെ അവർ അല്ലെങ്കിൽ നമ്മൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് പ്ലാന്റ്സിലും കാണുന്നുണ്ട്. അതിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുമ്പം അവരൊരു സ്യൂട്ടബിൾ ഹോസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും അവരുടെ ലൈഫ് സൈക്കിളിൽ. അതിനാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ മൈസീലിയം എന്ന് പറയുന്നത് എസെപ്റ്റേറ്റ് ആണ്. അതായത് അതിൽ സെപ്റ്റം ആബ്സെൻ്റ് ആണ്, അവർക്ക് സെപ്റ്റം ഇല്ല. അതുപോലെ അവർ സീനോസൈറ്റിക് ആണ്. അതായത് അവരുടെ മൈസീലിയം എന്ന് പറയുന്നത് സീനോസൈറ്റിക് എന്ന് പറയുമ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് അവരുടെ മൈസീലിയം. അതുപോലെ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പറഞ്ഞാൽ സൂസ്പോസും അതുപോലെ അപ്ലനോസ്പോസും വഴിയാണ്. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ മോട്ടൈലായിട്ടുള്ളതും അപ്ലനോസ്പോസ് എന്ന് പറഞ്ഞാൽ നോൺ മോട്ടൈലായിട്ടുള്ളതുമാണ്. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈഗോസ്പോസിൻ്റെ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ ഇവർക്കുള്ള എക്സാമ്പിളാണ് മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ. ഇതിൽ റൈസോപ്പസ് എന്ന് പറയുമ്പം ബ്രെഡ് മോൾഡ്, അതായത് ബ്രെഡിൽ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗസ്. അതുപോലെ ആൽബുഗോ എന്ന് പറഞ്ഞാൽ ഈ മസ്റ്റാർഡിൽ കാണുന്ന ഒരു പാരസൈറ്റിക് ഫംഗയാണ്. അപ്പോൾ നമ്മൾ ഫൈക്കോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഹാബിറ്റാറ്റിലും ഡീക്കേയിങ് വുഡ്സിലാണ് ഫൈക്കോമൈസൈറ്റ്സിൻ്റെ മെമ്പേഴ്സിനെ കാണുന്നത്. അതുപോലെ അവിടെ അല്ലെങ്കിൽ നമ്മൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട് പ്ലാന്റ്സിലും കാണുന്നുണ്ട്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ഹോസ്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഇതാണ് എന്ത് പറയുന്നത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അവരുടെ മൈസീലിയ സെപ്റ്റേറ്റും അതുപോലെ സീനോസൈറ്റിക്കുമാണ്. സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെപ്റ്റം ഇല്ല, സെപ്റ്റം ആബ്സെൻ്റ് ആണ്. അതുപോലെ സീനോസൈറ്റിക് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ നമ്മൾ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോസും എപ്ലനോസ്പോസും വഴിയാണ്. അതിൽ സൂസ്പോസ് മോട്ടൈലും എപ്ലനോസ്പോസ് നോൺ മോട്ടൈലുമാണ്. അതുപോലെ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈഗോസ്പോസിൻ്റെ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ അവരുടെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ. റൈസോപ്പസ് പറഞ്ഞാൽ ബ്രെഡ് മോൾഡ്, ആൽബുഗോ പറഞ്ഞാൽ പാരാസൈറ്റിക് ഫംഗി ഓൺ മസ്റ്റാർഡ്.
അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് അസ്കോമൈസൈറ്റ്സ്. ഇവരെന്ന് പറയുമ്പം കോമൺലി നോൺ ആസ് സാക്ക് ഫംഗൈ, അതായത് ഇവർ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് സാക്ക് ഫംഗൈ എന്നാണ്. അതുപോലെ ഇവർ നമ്മൾ മോസ്റ്റ്ലി, അതായത് ഒട്ടുമിക്കവരും ഈ അസ്കോമൈസൈറ്റിലെ ഒട്ടുമിക്ക മെമ്പേഴ്സും മൾട്ടി സെല്ലുലാറാണ്. എന്നാൽ റയറായിട്ട് കുറച്ച് പേര് യൂണിസെല്ലുലാറും. ഇതിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് പെൻസിലിയം ഒക്കെ. എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ഈസ്റ്റ്. അതുപോലെ ഇവരെന്ന് പറയുമ്പം സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ കോപ്രോഫിലസ്. കോപ്രോഫിലസ് എന്ന് പറയുമ്പം ഗ്രോയിങ് ഓൺ ഡങ്, അതായത് ഈ ചാണകത്തിലൊക്കെ വളരുന്നത്. ഇപ്പം ഇവർ സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് അല്ലെങ്കിൽ കോപ്രോഫിലസ് ആണ്. സാപ്രോഫൈറ്റിക് പറഞ്ഞാൽ നമ്മൾ ഡെഡ് ആയിട്ടുള്ള ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ അലിഞ്ഞ് ചേരുന്ന ഇതിൽ എടുക്കുന്നത്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പാരസൈറ്റായിട്ട് മറ്റൊരു ഹോസ്റ്റലിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ കോപ്രോഫിലസ് എന്ന് പറയുമ്പോൾ ചാണകത്തിൽ വളരുന്നത്. അത് കഴിഞ്ഞ് ഇവരുടെ മൈസീലിയം എന്ന് പറയുമ്പം ബ്രാഞ്ചഡും ആണ്, സെപ്റ്റേറ്റും ആണ്. അതുപോലെ ഇവരുടെ അസെക്ഷൽ സ്പോർ പറഞ്ഞാൽ കൊണീഡിയാണ്. ഇത് സ്പോർ ഫോം ചെയ്യുന്നത് പുറത്തുനിന്നായിട്ട് ആയിരിക്കും, അതായത് എക്സോജനസ്ലി ഇതിൻ്റെ പുറത്തുനിന്നായിരിക്കും ഇവർ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക, കൊണീഡിയ. ഇതിന് നമ്മൾ ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു സെൽ ഇതുണ്ട്, അതിന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു മൈസീലിയം ഉണ്ട്, അതിന് നമ്മൾ കൊണീഡിയോ സ്പോസ് എന്ന് പറയും. അതായത് അസെക്ഷൽ സ്പോസ് ആർ കൊണീഡിയ പ്രൊഡ്യൂസ്ഡ് എക്സോജനസ്ലി ഓൺ ദ സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊണീഡിയോസ്പോസ്. അതായത് സ്പെഷ്യലായിട്ടുള്ള മൈസീലിയത്തിലാണ് ഇവരിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ കൊണീഡിയോസ്പോസ്. സ്പെഷ്യലായിട്ടുള്ള മൈസീലിയത്തിനാണ് നമ്മൾ കൊണീഡിയോസ്പോസ് എന്ന് പറയുന്നത്. ഇതിൽ പുറത്തുനിന്നായിരിക്കും ഈ സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിലേക്ക് വരുമ്പോൾ സെക്ഷൽ സ്പോസിനെ നമ്മൾ എസ്കോസ്പോസ് എന്ന് പറയും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോജനസ്ലി ആണ്, അതായത് ഉള്ളിൽ നിന്നാണ്, അതായത് സാക്കിലേക്ക് ഒരു ചാക്കിലിട്ട പോലെ. അതിന് നമ്മൾ അസ്കി എന്നും പറയും. അതായത് നമ്മൾ പറഞ്ഞു സെക്ഷൽ സ്പോസ് നമ്മൾ കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോജനസ്ലി ആണ്, അതായത് പുറത്തൂടെയാണ്. എന്നാൽ സെക്ഷൽ സ്പോസ് എസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോജനസ്ലി ആണ്, അതായത് ഉള്ളിൽ നിന്നാണ്. ഇതിൽ എസ്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ടാണ്. അതായത് എസ്കി ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ഇതിന് നമ്മൾ എസ്കോകാർപ്സ് എന്ന് വിളിക്കും. ഈ എസ്കി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡീസിലാണ്. അതിനെ നമ്മൾ എസ്കോകാർപ്സ് എന്ന് വിളിക്കുന്നു. ഇതിന് എക്സാമ്പിളാണ് എസ്പെർഗില്ലസ്, അതുപോലെ ക്ലാവിസെപ്സ്, അതുപോലെ ന്യൂറോസ്പോറ. ഇതിൽ ന്യൂറോസ്പോറ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ്ലി ബയോകെമിക്കൽ വർക്കിലാണ് നമ്മൾ ന്യൂറോസ്പോറയെ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബെസിഡിയോമൈസൈറ്റ്സ്. ഇവരെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫോം എന്ന് പറഞ്ഞാൽ മഷ്റൂം, ബ്രാക്കറ്റ് ഫഞ്ചി, പഫ് ബോൾസ് ഒക്കെയാണ്. അതായത് കോമൺലി നോൺ ഫോംസ് ആർ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ചി ഓർ പഫ് ബോൾസ്. അതുപോലെ ഇവരെന്ന് പറഞ്ഞാൽ സോയിലിൽ, മരത്തടികൾ, ട്രീ സ്റ്റെംസ്, അതുപോലെ പ്ലാന്റ്സിൽ പാരസൈറ്റ് ആയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്, വളരുന്നത്. ദേ ഗ്രോ ഇൻ സോയിൽ, ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റെംസ് ആൻഡ് ഇൻ ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് പാരസൈറ്റ്സ്. അതുപോലെ ഇവരുടെ മൈസീലിയം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചഡും ആണ്, സെപ്റ്റേറ്റും ആണ്. അതുപോലെ ഇവരുടെ എസെക്ഷൽ സ്പോസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജനറലി കണ്ടുവരുന്നില്ല. അതുപോലെ ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അതായത് ഇവരുടെ എസെക്ഷൽ സ്പോസ് പറഞ്ഞാൽ ഇവർക്ക് എസെക്ഷൽ സ്പോസ് കണ്ടുവരുന്നില്ല, അതായത് എസെക്ഷൽ സ്പോസ് ആർ ജനറലി നോട്ട് ഫൗണ്ട്. അതുപോലെ ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അതുപോലെ തന്നെ ഇവരുടെ അതായത് സെക്സ് ഓർഗൻ ആർ ആബ്സെൻറ്റ്. ഇവരിൽ സെക്സ് ഓർഗൻ ആബ്സെൻ്റ് ആണ്. എന്നാൽ ഇവരിൽ പ്ലാസ്മോഗമി നടക്കുന്നത് ഇവരിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ജീനോ ടൈപ്പോ സ്ട്രെയിനോ ഉള്ള രണ്ട് വെജിറ്റേറ്റീവോ സൊമാറ്റിക് സെല്ലോ തമ്മിലുള്ള ഫ്യൂഷൻ വഴിയാണ് പ്ലാസ്മോഗമി ഉണ്ടാകുന്നത്. ഇതിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡൈകാരിയോട്ടിക് ആണ്. അത് അവസാനം ബെസീഡിയത്തിന് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ ഇവരിൽ കാരിയോഗമിയും മിയോസിസും നടക്കുന്നത് ബെസീഡിയത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ബെസിഡിയോസ്പോസുമാണ്. അതായത് ഇവരിൽ നമ്മൾ പറഞ്ഞു ഇവരിൽ സ്ട്രെയിൻസോ ഡിഫറെൻറ്റ് സ്ട്രെയിൻസോ ജീനോ ടൈപ്സോ ഉള്ള രണ്ട് വെജിറ്റേറ്റീവോ സൊമാറ്റിക്കോ സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് പ്ലാസ്മോഗമി നടക്കുന്നു. എന്നിട്ട് അതിന് ഉണ്ടാകുന്ന സ്ട്രക്ചർ നമ്മൾ ഡൈകാരിയോട്ടിക് എന്ന് പറയുന്നു. ഡൈകാരിയോട്ടിക് ആയിരിക്കും അതിൻ്റെ റിസൾട്ടിൻ്റെ സ്ട്രക്ചർ. അത് അവസാനം ബെസീഡിയം ഉണ്ടാകുന്നു. എന്നിട്ട് ഈ കാരിയോഗമിയും മിയോസിസും നടക്കുന്നത് ഈ ബെസീഡിയത്തിൽ വെച്ചായിരിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, 4 ബെസിഡിയോസ്പോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ബെസിഡിയോസ്പോസ് എക്സോജനസ്ലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെസീഡിയത്തിൽ, അതായത് പുറത്തൂടെയാണ് ഈ ബെസീഡിയോസ്പോസ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഇതിൽ ബെസീഡിയ ഫ്രൂട്ടിംഗ് ബോഡീസിൽ അറേഞ്ച് ചെയ്യുന്നു. അതായത് ബെസീഡിയ ആർ അറേഞ്ച് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ബെസിഡിയോകാർപ്സ്. അതായത് ബെസിഡിയോകാർപ്സ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ബെസീഡിയ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് എക്സാമ്പിളാണ് അഗാരിക്കസ്, യുസ്റ്റിലോഗ, അതുപോലെ പക്സീനിയ. അഗാരിക്കസ് എന്ന് പറഞ്ഞാൽ മഷ്റൂം, യുസ്റ്റിലോഗ പറഞ്ഞാൽ സ്മട്ട്, അതുപോലെ പക്സീനിയ പറഞ്ഞാൽ റസ്റ്റ് ഫംഗസ്.
നമ്മൾ ഒന്നുകൂടെ പറയാം. അതായത് ബെസിഡിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് മഷ്റൂം അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ച്, പഫ് ബോൾസ് എന്നൊക്കെയാണ്. അതുപോലെ ഇവർ സോയിലും മരത്തടികളിലും ട്രീ സ്റ്റെമ്പിലും ലിവിങ് പ്ലാന്റ്സിൽ പാരസൈറ്റൊക്കെ ആയിട്ടാണ് വളരുന്നത്. അതുപോലെ ഇവരുടെ മൈസീലിയം ബ്രാഞ്ചഡ് ആണ്. ഇവർ സെപ്റ്റേറ്റ് ആണ്, അതായത് സെപ്റ്റം പ്രസൻ്റ് ആണ്. അതുപോലെ ഇവരുടെ എസെക്ഷൽ സ്പോസ് ജനറലി കണ്ടുവരുന്നില്ല, അതായത് ജനറലി നോട്ട് ഫൗണ്ട്. എന്നാൽ ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ ഇവരുടെ സെക്സ് ഓർഗനും ആബ്സെൻ്റ് ആണ്. എന്നാൽ ഇവരിൽ പ്ലാസ്മോഗമി നടക്കുന്നത് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രെയിനോ ജീനോ ടൈപ്പോ ഉള്ള 2 വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ 2 സൊമാറ്റിക് സെൽസ് തമ്മിലുള്ള ഫ്യൂഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. അത് ഡൈക്കോറിയോട്ടിക് ആയിരിക്കും. അതിന് അവസാനം ബെസീഡിയം ഉണ്ടാവും. എന്നിട്ട് ബെസീഡിയത്തിൽ വെച്ചിട്ട് കാരിയോഗമി മിയോസിസ് നടക്കും. അത് എന്നിട്ട് 4 ബെസിഡിയോസ്പോസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബെസിഡിയോസ്പോസിനെ ബെസിഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സോജനസ്ലി ആയിരിക്കും, അതായത് പുറത്തൂടെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ബെസീഡിയ ഫ്രൂട്ടിംഗ് ബോഡി അറേഞ്ച് ചെയ്ത ഫ്രൂട്ടിംഗ് ബോഡീസിനെ പറയുന്നതാണ് ബെസിഡിയോ കാപ്സ്. ഇതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അഗാരിക്കസും ഇസ്റ്റിലോഗയും പക്സീനയും. ഇനി നമുക്ക് ലാസ്റ്റത് നോക്കാം, ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ്. ഇവരെന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവരിലെ എസെക്ഷൽ വെജിറ്റേറ്റീവ് ഫേസ് ഇതൊക്കെയാണ് നമുക്ക് ആകെ അറിയുന്നത് ഈ ഫംഗയുടെ. അതായത് നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗി ബിക്കോസ് ഓൺലി ദ എസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദീസ് ഫംഗി ആർ നോൺ. ഈ ഫംഗിയെ പറ്റി നമുക്ക് എസെക്ഷൽ അഥവാ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ നമുക്ക് ഇവരെ പറ്റി അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് പറയുന്നത്. ഈ ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ് ആകെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷൽ സ്പോസ്, അതായത് കൊണീഡിയ എന്ന് പറഞ്ഞ എസെക്ഷൽ സ്പോസ് വഴിയാണ്. അതുപോലെ ഇവരുടെ മൈസീലിയം സെപ്റ്റേറ്റും ആണ്, ബ്രാഞ്ചഡും ആണ്. എന്നാൽ ഇവരിൽ ചില മെമ്പേഴ്സ് സാപ്രോഫൈറ്റും അതുപോലെ പാരസൈറ്റ്സും ആണ്. എന്നാൽ ഇവരിൽ ഏറ്റവും അധികം മെമ്പേഴ്സ് ഡീകമ്പോസേഴ്സ് ആണ്. ഇവരുടെ എക്സാമ്പിളാണ് ആൾട്ടർനേറിയയും ക്ലറ്റോട്രിക്കവും ട്രൈക്കോഡെർമയും. ഒന്നുകൂടെ പറയാം, അതായത് നമ്മൾ ഡ്യൂട്ടീരിയോമൈസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്റ്റ് ഫംഗി എന്നാണ് അറിയപ്പെടുന്നത്. അത് കാരണം ഇവരെ പറ്റി നമുക്ക് എസെക്ഷൽ അഥവാ വെജിറ്റേറ്റീവ് ഫേസിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഈ ഡ്യൂട്ടീരിയോ മൈസൈറ്റ്സ് എന്ന് പറയുമ്പം അവരാകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എസെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എസെക്ഷൽ സ്പോർ എന്ന് പറഞ്ഞാൽ കൊണീഡിയ ആണ്. അതുപോലെ ഇവരുടെ മൈസീലിയം സെപ്റ്റേറ്റോ ആണ്, ബ്രാഞ്ചഡും ആണ്. അതുപോലെ ഇവരിലെ ചില മെമ്പേഴ്സ് സാപ്രോഫൈറ്റ്സും ചില മെമ്പേഴ്സ് പാരസൈറ്റ്സും ആണ്. എന്നാൽ ഇവരിൽ ഏറ്റവും അധികം മെമ്പേഴ്സ് ഡീകമ്പോസേഴ്സ് ആണ്. ഇവരുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആൾട്ടർനേറിയ, ക്ലറ്റോട്രിക്കം, അതുപോലെ ട്രൈക്കോഡെർമ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കിങ്ഡം ഫഞ്ചിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ 3rd പാർട്ടാണിത്. ഇനി നമുക്ക് ഒരു പാർട്ടോടെ 4th പാർട്ടോടെ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം മൊനേറയാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റ് ഡിസ്കസ് ചെയ്തു. 3rd പാർട്ടിൽ നമ്മൾ കിങ്ഡം ഫഞ്ചി ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത 4th പാർട്ടാണ്. അപ്പോൾ നമുക്കിനി 4th പാർട്ടോടെ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.